ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിലേക്കാണ് പോകുന്നത്. കാരണം ഇനി നിർണായകമാകുക എന്നുള്ളത് ഈ കുറച്ച് വടക്കോട്ടേക്ക് വരുമ്പോൾ ആദ്യം തൃശ്ശൂർ ജില്ലയാണ്. മധ്യ കേരളത്തിൽ ഈ ഒരു നിർണായക ശക്തിയാകുന്നത് തൃശ്ശൂർ ജില്ല ആണ്. മറ്റ് എറണാകുളവും ഇടുക്കിയും ഒക്കെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ പലയിടത്തും ഇത്തരത്തിൽ പലതരത്തിലുള്ള സമവാക്യങ്ങൾ മാറി മറിയുന്ന അട്ടിമറികളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ചും BJPക്ക് NDAക്ക് വലിയ വേരോട്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരം മേൽക്കൈ നേടാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ല നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂരിലെ ഒരു പൊതുവായ ചിത്രം അല്ലെങ്കിൽ പൊതു സാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് പറയാം രാകേഷ്. ഞാൻ നേരത്തെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറഞ്ഞല്ലോ. UDFന് അധികാരം പിടിക്കണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പെർഫോമൻസ് നിർണായകമായിരിക്കും. അപ്പം LDF നിലവിലെ നമ്പറിൽ നിന്ന് കാര്യമായി താഴെ പോവുകയാണെങ്കിൽ LDFനെ അത് ബാധിക്കും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഫാക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ഘടകമാക്കുകയാണെങ്കിൽ UDF ഏറ്റവും തകർച്ച നേരിട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയാം. LDF ആണ് ഏറ്റവും മികച്ച, LDF ഏറ്റവും ഈ മോശം കാലത്തും LDF ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ജില്ല തൃശ്ശൂരാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്താണല്ലോ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത്. 30 ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ 21 ഡിവിഷനും LDF വിജയിച്ച ഡിവിഷനാണ് തൃശ്ശൂർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ഒറ്റ സീറ്റാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ ചാലക്കുടി, അതിനു മുൻപ് വടക്കാഞ്ചേരി 43 വോട്ടിനാണെന്ന് അനിൽ അക്കരെ ജയിക്കുന്നത്. അത് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ ഒരു പ്രാദേശിക വിഷയത്തിൻ്റെ പുറത്താണെന്ന് അനിൽ അക്കരെ അവിടെ വിജയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 2011 വരുമ്പോൾ അങ്ങനെയല്ല. 72 സീറ്റ് UDF ജയിക്കുമ്പോൾ അന്ന് 6 മണ്ഡലങ്ങൾ, തൃശ്ശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 7 LDFും 6 മണ്ഡലങ്ങളിൽ നിന്നു. വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, മണലൂർ, ഒരു മണ്ഡലം കൂടിയുണ്ട്. അങ്ങനെ 6 മണ്ഡലങ്ങളൊപ്പം നിന്നു. അപ്പോൾ അതുപോലെ പെർഫോമൻസ് UDFന് കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നമ്പറിലേക്ക് പോകാൻ ഒരു തരംഗം ഉണ്ടായില്ലെങ്കിൽ, UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായില്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ UDF 3-4 സീറ്റിൽ ഒതുങ്ങാനുള്ള സാധ്യതയും തൃശ്ശൂർ ജില്ലയിൽ കാണുന്നുണ്ട്. ഒരു ചിത്രം കൂടി പരിശോധിച്ചതിന് ശേഷം, അല്ലെ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി പരിശോധിച്ചതിന് ശേഷം അതിന്റെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് ഓരോ മണ്ഡലങ്ങളിലേക്കും വരാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സാറിന്റെ സഹായത്തോടു കൂടിയിട്ട് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി ഒരു സമയത്ത് പരിശോധിക്കാം. തൃശ്ശൂരിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണുള്ളത്? തൃശ്ശൂർ, ഒല്ലൂർ, ഗുരുവായൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, ഇത്രയും മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇനി ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തൃശ്ശൂരിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും LDF തന്നെയാണ് നേടിയിരിക്കുന്നത്. തൃശ്ശൂർ, ഒല്ലൂർ, ഗുരുവായൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചേലക്കര, കുന്നംകുളം, മണലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, ഇത്രയും ഇടങ്ങൾ LDF വിജയിച്ചു കയറിയതാണ്. ഇനി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വടക്കാഞ്ചേരിയിൽ മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, ഒല്ലൂർ, ഗുരുവായൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, ഇത്രയും ഇടങ്ങളിൽ LDF ജയിച്ചു കയറി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആകെ ചാലക്കുടിയിൽ മാത്രമാണ് വിജയിച്ചു കയറിയത്. 2016 വടക്കാഞ്ചേരിയിലും 2021 ചാലക്കുടിയിലുമാണ്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഒല്ലൂരിൽ 1466 വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായത്. ഗുരുവായൂരിൽ 1281, ഇരിങ്ങാലക്കുടയിൽ 6688, കൊടുങ്ങല്ലൂരിൽ 9804, ചേലക്കരയിൽ 9040, കുന്നംകുളത്ത് 12418, വടക്കാഞ്ചേരിയിൽ 1146, മണലൂരിൽ 8631, നാട്ടികയിൽ 4706, കയ്പമംഗലത്ത് 18696, അതുപോലെ പുതുക്കാട് 9753. ഇങ്ങനെയാണ് ലീഡ് നില നേടിയിരിക്കുന്നത് 2025 തദ്ദേശത്തിൽ LDF. UDF തൃശ്ശൂരിൽ 9966, ചാലക്കുടിയിൽ 11882. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ചിത്രം എന്നുള്ളത്, അല്ലെങ്കിൽ അവർ നേടിയ ലീഡ് ഇത്തരത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ തൃശ്ശൂരിൻ്റെ ഒരു നിലയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. കൃത്യമായിട്ട് LDFന് മേൽക്കൈയുള്ള മുൻ തെരഞ്ഞെടുപ്പുകളിൽ LDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് കൂടുതലും തൃശ്ശൂരിലുള്ളത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ആദ്യം വടക്കാഞ്ചേരിയും പിന്നീട് ചാലക്കുടിയും മാത്രമാണ് UDFന് ജയിച്ചു കയറാനായത്. പക്ഷേ
UDF-നെ സംബന്ധിച്ച് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട്. തൃശ്ശൂരിൽ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ NDA-ക്കാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രകടനമൊക്കെ NDA-യെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളടക്കം അവിടെ ഉണ്ട്. താനും ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായി, ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. പ്രത്യേകിച്ചും കിറ്റ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ മണലൂരിൽ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ മത്സരം, ഇതൊക്കെ അവിടെ വലിയ തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2026-ലെ ചിത്രം സാഹചര്യത്തിലൊക്കെ മാറ്റമുണ്ട് അല്ലേ? തൃശ്ശൂരിൽ ഈ 2021-ലെ തെരഞ്ഞെടുപ്പ് പോലെ അല്ലല്ലോ ഇപ്പോൾ 2026 വരുമ്പോഴത്തേക്കും ഒരുപാട് വിഷയങ്ങൾ, മറ്റു പല വിഷയങ്ങൾ, BJP-യുടെ കൂടുതലായിട്ടുള്ള സ്വാധീനം, ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാകും ബാധിക്കുക? സ്വാതി ഇപ്പോൾ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരവും തൊട്ടുമുമ്പ് രാകേഷ് പറഞ്ഞതനുസരിച്ചും ഏറ്റവും മോശമായിട്ടുള്ള കഴിഞ്ഞ LDF-നെ സംബന്ധിച്ചുള്ള ഒരു സാഹചര്യമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചു നിന്ന പെർഫോം ചെയ്ത ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ. പിന്നെ BJP-യെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ പരീക്ഷണം നടത്തി അവർ വിജയിച്ച സ്ഥലമാണ്. അങ്ങനൊരു സ്ഥലവും കൂടിയാണത്. കഴിഞ്ഞ തവണ ആകെ അല്ലേ UDF-ന് ഒരു സീറ്റ് മാത്രമേ, ചാലക്കുടി മാത്രമേ. എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ ഇത്തവണയും സനീഷ് കുമാർ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടാതെ തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെ പൊതുവേ CPI-ക്കുള്ള ഒരു കാൽപ്പനികതയുടെയൊക്കെ ഒരു ഭാഗമായിട്ടാവാം അവിടെ നിന്നത് കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ അവിടെ ഒരു രാജൻ പല്ലനെ എതിരിടാൻ തക്ക പൊളിറ്റിക്കലി ഏബിൾ അല്ല, രാഷ്ട്രീയമായി ഏബിൾ അല്ല എന്നല്ല പറയുന്നത്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടതനുഭാവവും ആഭിമുഖ്യവും ഒക്കെ നമുക്കറിയാം. പക്ഷേ പൊളിറ്റിക്കലി അവിടെ മറ്റൊരു തരത്തിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാജൻ പല്ലിന് സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 100% അധികം എത്തിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിൻ്റെ കാര്യവും എനിക്ക് പുറത്തുനിന്ന് തൃശ്ശൂരിൽ വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയി ഇടപെടുകയോ മറ്റോ ചെയ്തിട്ടില്ലെങ്കിലും അത്ര പന്തിയല്ല എന്ന് തോന്നുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സീറ്റുകൾ LDF നിലനിർത്തും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ ഇരിങ്ങാലക്കുട സീറ്റിൻ്റെ കാര്യവും 100% അത് LDF-ന് നഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും കഠിനമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം അതാണ്. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം തൊട്ടേ ഉണ്ടായതും ഈ UDF സ്ഥാനാർത്ഥിയുടെ രാജൻ പല്ലൻ്റെ വ്യക്തിപ്രഭാവവും വ്യക്തിഗത ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ തൃശ്ശൂരിലെ ഫലവും UDF-ന് അനുകൂലമാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. UDF-ന് അനുകൂലമാകുമെന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ആകെ ചാലക്കുടി മാത്രം ആണ് ലഭിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്തവണ തൃശ്ശൂരിന് എങ്ങനെ UDF-ൽ കൂടുതൽ ഉണ്ടാകാം? ഒരു പക്ഷേ തൃശ്ശൂർ ഇപ്പോഴും UDF ഒത്തിരി പ്രതീക്ഷ വയ്ക്കത്തില്ലാത്തൊരു ജില്ലയാണ് ഈ ഘട്ടത്തിൽ പോലും. പക്ഷേ ചില മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി UDF-ന് മേൽക്കൈ ഉണ്ടാകും എന്ന് പ്രതീക്ഷ വയ്ക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഒന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ രാജൻ ജെ പല്ലൻ എന്ന അവിടുത്തെ കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ആളെ, തൊട്ട് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന ആളെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഇറക്കുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് മത്സരിക്കുക BJP-ആണ്. അവിടെ LDF-ഉം UDF-ഉം തമ്മിലല്ല മത്സരം, UDF-ഉം BJP-യും തമ്മിലാണ് അവിടെ മത്സരം. കാര്യം, തിരുവനന്തപുരം സെൻട്രലിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായ പാളിച്ച എന്നുള്ളത് വലിയ ചർച്ചയായി വന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് എങ്ങനെ തിരിഞ്ഞാൽ അത് UDF-ന് വളരെ ഗുണകരമാകും എന്ന് തന്നെയാണ്. പിന്നെ പത്മജയുടെ ഇഫക്റ്റ് അതൊന്നും ഏൽക്കാനേ പോകുന്നില്ല. കഴിഞ്ഞ തവണ കെ കരുണാകരൻ്റെ മകളെന്ന നിലയിൽ വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായ അതിൽ കൂടുതൽ ഒന്നും പത്മജയ്ക്ക് ഇത്തവണ അവിടെ നേടാൻ കഴിയത്തൊന്നുമില്ല. പക്ഷേ ആ ഒരു ഫാക്ടർ പോലും ഇല്ലാതെ വരുമ്പോൾ പത്മജയുടെ പരാജയവും ഒരു പക്ഷേ വളരെ ദയനീയമായ പരാജയമാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഒന്ന് തൃശ്ശൂർ. പിന്നീട് മത്സരമുള്ളത് ഒരു പക്ഷേ നാട്ടിക മണ്ഡലത്തിൽ, ക്ഷമിക്കണം, നമ്മുടെ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിൽ മുൻകാലങ്ങളിൽ VM സുധീരൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്ന ഒരു സ്ഥലമാണ്. മുൻകാലങ്ങളിൽ I ഗ്രൂപ്പിന് വലിയ മേൽക്കൈ നേടിയിരുന്ന ഒരു സ്ഥലമാണ് ഈ തൃശ്ശൂർ ജില്ല ഒന്നാകെ. പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ഗ്രൂപ്പ് സംവിധാനം മണ്ഡലം മാറി, അതിന്റെ സ്വഭാവം മാറി, ഇത് മാറിഞ്ഞപ്പോൾ പിന്നെ മാറ്റി. പക്ഷേ അവിടെ TN പ്രതാപനെ പോലൊരു വ്യക്തിപ്രഭാവത്തിൽ അവിടെ മണലൂർ മണ്ഡലത്തിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന്. പരാജയം അറിയാതെ വന്ന ആളാണ് TN പ്രതാപൻ. മണലൂര്, ഇളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, ചൂണ്ടൽ, കണ്ടാണശ്ശേരി
അതെ. 6 പഞ്ചായത്തുകൾ LDF ആണ്. പഞ്ചായത്തുകളിലുണ്ട് 8,000 വോട്ടിന്റെ ലീഡുണ്ട്. 8,000 വോട്ടിന്റെ ലീഡുണ്ട്. അവിടെ ഈ ആവർത്തിച്ച് ഈ മിന്നും വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അല്ല, പറഞ്ഞതേ ഞാൻ ഉള്ളൂ. പറഞ്ഞത് അവിടെ UDF അരിമ്പൂർ, വെങ്കിടങ്ങ്, പാവറട്ടി 3 പഞ്ചായത്തേ ഉള്ളൂ. അത് അവിടെ UDF ജയിക്കുകയാണെങ്കിൽ അത് UDF അല്ല, TM പ്രതാപൻ എന്ന candidate-ന്റെ വിജയം മാത്രമേ. പ്രതാപന്റെ പ്രതാപം പ്രതാപൻ അതിലൂടെ ഒരു add on ചെയ്യാനുള്ളത് ഒന്ന് വേറൊരു കാര്യം, KK അനീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. അതെ. KK അനീഷ് കുമാർ പിടിക്കുന്ന വോട്ടും സ്വാഭാവികമായിട്ട് അത് TM പ്രതാപന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ UDF-ന്റെ ജയത്തെ ബാധിക്കാൻ പോകുന്ന തരത്തിലുള്ള. രവീന്ദ്രനാഥ് ഒരു മികച്ച സ്ഥാനാർത്ഥി Of course ആണ്, തന്നെയാണ്, of course ആണ്. ജനകീയനാണ്. പക്ഷെ അവിടെ അപ്പോഴും KK അനീഷ് കുമാർ പിടിക്കുന്ന വോട്ടുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകം അവിടെ 2 പഞ്ചായത്തുകളിൽ അവിടെ BJP പ്രതിപക്ഷമാണ്. രണ്ടാം സ്ഥാനത്തുണ്ട്. അല്ല, സ്വാഭാവികമായും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് TN പ്രതാപൻ എന്ന വ്യക്തിയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പ്രതാപന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ചാലക്കുടി, തൃശ്ശൂർ, മണലൂർ. പിന്നെ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ സൗമ്യനായ ഒരു വ്യക്തിത്വമാണ്. ഇത്തവണത്തെ ഈ ഒരു UDF-ന് മേൽക്കോയ്മ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ഒരു തർക്കവുമില്ല. തരംഗമുണ്ടെങ്കിൽ ഈ OJ ജനീഷോ അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ച് കയറും എന്ന് തന്നെയാണ് UDF-ൻ്റെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത്. മറ്റ് ജില്ലകൾ ഇപ്പോൾ തോമസ് ഉണ്ണിയാടൻ അവിടെ തന്നെ ജോസഫ് വിഭാഗം ഈ പറഞ്ഞതുപോലെ കുട്ടനാട് പോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ഇത്തവണ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തോമസ് ഉണ്ണിയാടൻ്റെ മണ്ഡലം. തോമസ് ഉണ്ണിയാടൻ മുമ്പ് അവിടെ MLA ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഗുരുവായൂരിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ലീഗിൻ്റെ ഒരു ഇതാണ് എങ്കിൽ പോലും റഷീദിനെ പോലും അതിൻ്റെ ലീഗിൻ്റെ കണക്കൂട്ടലിൽ നല്ല മത്സരം ഉണ്ടാകുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ ഉറപ്പിക്കുന്ന സീറ്റല്ല, അല്ല, ഉറപ്പിക്കാൻ കഴിയില്ല. അതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു മേൽക്കൈ നേടാൻ UDF-ന് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും UDF-ന്റെ വിലയിരുത്തൽ. പക്ഷേ ഈ നില മെച്ചപ്പെടുത്തിയാൽ അത് വലിയ തന്നെ ഉണ്ടാക്കാൻ, അതായത് ഒരു UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അതായത് അതിൻ്റെ ഒരു കാര്യം നില മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പരിസരത്തായിരിക്കണം ഇപ്പം നിൽക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളിൽ LDF അവരുടെ രാഷ്ട്രീയ പരിസരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ തദ്ദേശത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയേക്കാളിൽ മെച്ച സ്ഥിതി UDF-ന് ഉണ്ടാവണം. അങ്ങനത്തെ സാരി ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു സീറ്റും കൂടെ നല്ല ഫൈറ്റ് ഉള്ളത് ഒല്ലൂരാണ്. നമ്മൾ ചർച്ച ചെയ്യാത്തൊരു സീറ്റാണ്. അതും കൂടെ UDF-ന് കൊടുക്കാന്നല്ല, UDF-ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഫൈറ്റ് എന്നുള്ള നിലയിൽ. പക്ഷെ എങ്കിൽ പോലും മേൽക്കൈ ഒരിക്കലും തൃശ്ശൂർ ജില്ലയിൽ UDF-ന് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് ഒല്ലൂരിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം മന്ത്രിക്കെതിരെ മത്സരിക്കുന്നു, ഷാജി ജെ കോടങ്കണ്ടം. അദ്ദേഹം ഈ പല ജനകീയ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെട്ട ഒരാളാണ്. വളരെ സജീവമായി ഇടപെട്ടാൽ അവിടുത്തെ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് പാലിയേക്കര ടോൾ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇടപെടുകയും കോടതിയിൽ അദ്ദേഹം വ്യവഹാരം നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു. പക്ഷേ വേറൊരു കാര്യം, തൃശ്ശൂർ ജില്ലയിൽ LDF-ന് ഉണ്ടാകാൻ പോകുന്ന ഓരോ തിരിച്ചടിയും CPI-യുടെ കയ്യിലിരിപ്പുള്ള തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CPI-യുടെ സ്ഥാനാർത്ഥി അത് കേരളത്തിൽ എവിടെയാണെങ്കിലും LDF-ന് എവിടെയൊക്കെ ഇടിവുണ്ടാകാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ CPI-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെയല്ല, CPI-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ വീഴ്ചകൾ കൊണ്ടായിരിക്കും അങ്ങനെ ഈ 99-ൽ നിന്ന് എവിടൊക്കെ ഇടിഞ്ഞിരിഞ്ഞു വരുന്നോ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. CPI-യുടെ സ്ഥാനാർത്ഥിയെ വെക്കാവുന്ന പിണറായി വിജയനല്ല. ഞാൻ ആദ്യം പറയാം, ഒരു കാൽപ്പനികത എന്ന് പറഞ്ഞല്ലേ, മൊത്തത്തിലുള്ള ഒരു ഇടത് കാൽപ്പനികത, കവിത, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇടപെടേണ്ട സമയത്ത് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ എല്ലാ പാർട്ടിയിലും ഒരു തെരഞ്ഞെടുപ്പിലെ കാൽപ്പനികതയും കവിതയ്ക്കും പ്രാധാന്യം എല്ലാ പാർട്ടിയിലും വിഭാഗീയത ഉണ്ടാകും. ആ വിഭാഗീയതയുടെ ഭാഗമായി തന്നെ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും ആലങ്കോട്ടിനെ കൊണ്ടിരുന്നത്. അല്ലാതെ ആ താല്പര്യം ഉണ്ടാകും. എങ്കിൽ പോലും തൃശ്ശൂർ ജില്ലയിൽ LDF ഒരു കാരണവശാലും ആ സ്ഥാനാർത്ഥിത്വം പാളി എന്നുള്ളത് പൊതു വിലയിരുത്തലാണ്. അത് നമ്മൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതെ, ഈ സ്ഥാനാർത്ഥിത്വം പാളി എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലടക്കം വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ അട്ടിമറി ഉണ്ടായാലും 9-4 അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അതായത് അതിഭീകരമായ 100 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തുന്നത്. തൃശ്ശൂരൊക്കെ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? UDF-ന്റെ കണക്കൂട്ടലിൽ തൃശ്ശൂരിൽ ഈ പറയുന്നത് പോലെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവരന്നും വിശ്വസിക്കുന്നു. 2011 6 കിട്ടിയാൽ പോലും അത് UDF-നെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പക്ഷേ അത് ആ നമ്പറിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തദ്ദേശ ഒരു ഫാക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ
അന്ന് അതായത് ജില്ലാ പഞ്ചായത്ത് തൃശ്ശൂർ UDF-നൊപ്പമായിരുന്നു. പക്ഷെ ഇത്തവണ വലിയ പരാജയമാണ് ജില്ലാ പഞ്ചായത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ളത്. 21-9 എന്ന് പറയുമ്പോൾ ക്ലീൻ സ്വീപ്പാണ്. സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9,000-ന് മുകളിൽ വോട്ട് ഉള്ളത് LDF-നാണ്. കരുവന്നൂർ പോലെ ഒരു സ്ഥലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയം സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശ്നമുണ്ടായ കരുവന്നൂർ മേഖല ഇരിക്കുന്ന ഇരിങ്ങാലക്കുട മാത്രമല്ല ഏറ്റവും കൂടുതൽ തദ്ദേശത്തിൽ ബാധിക്കേണ്ട വിഷയമാണ്. അതെ അതെ, ആ വിഷയം അവിടെ അത് അങ്ങനെ ചർച്ചയായിട്ടില്ല. 5 ജില്ലകൾ എടുത്തതിൽ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ കണക്കൂട്ടി നോക്കുമ്പോൾ 47 മണ്ഡലമായി. 47 മണ്ഡലത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ആകെ 60 മണ്ഡലമാണെന്നല്ലേ പറഞ്ഞത്. ഈ 60-ൽ 30-ന് മേലെയൊക്കെ വരികയാണെങ്കിൽ ആ മുന്നണി ആയിരിക്കും ഒരു പക്ഷേ കേരളം ഭരിക്കുക, അല്ലെങ്കിൽ കൂടിയ സാധ്യത അങ്ങനെയാണ്. ഏതാണ്ട് 47-ൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഹാൻഡഡ്ലി അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു മീഡിയ നറേറ്റീവ് പോലെ വലിയൊരു അപ്രമാദിത്വം എന്തായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സാമാന്യ യുക്തിയിൽ UDF-നുണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്ത മണ്ഡലങ്ങളൊക്കെ അല്ലെങ്കിൽ ജില്ലകളൊക്കെ UDF-ന് കൂടുതൽ സ്വാധീനമുള്ളതാണ് എന്നുള്ളത് അധികാരമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച. അങ്ങനെ അധികാരമാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ 5 ജില്ലകളിൽ UDF എത്രത്തോളം പെർഫോം ചെയ്യണമെന്നുള്ളതാണ്. പരമാവധി പെർഫോം ചെയ്യണം. മലപ്പുറത്ത് നിങ്ങളിത് പക്ഷേ അത് ഇതിന്റെ അല്ലേ വടക്കൻ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ പ്രതീക്ഷ. മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ നേട്ടമുണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തെക്കൻ മേഖലകളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും അതേ പറഞ്ഞു. അല്ലാതെ മേൽക്കൈ ഉണ്ട് അല്ലെങ്കിൽ മുഴുവൻ സീറ്റും ജയിക്കുമെന്നും UDF പറയുന്നില്ല. അത് തുടക്കം മുതൽ തന്നെ UDF അങ്ങനെ പറഞ്ഞത്. അവരുടെ കാൽക്കുലേഷനും അങ്ങനെയാണ്. വടക്കൻ മേഖലയിലേക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലും ഉത്തര മലബാറിലും ഒരു പക്ഷേ ഒരു കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കാൻ UDF-ന് കഴിയുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. മധ്യ കേരളത്തിൽ വരുമ്പോഴും അത് തന്നെയാണ്. പക്ഷേ എണ്ണം കൂട്ടാൻ കഴിയും. നമ്മളെ എടുത്ത 5 മണ്ഡലങ്ങളിൽ 29 5 മണ്ഡലങ്ങളടക്കം 29 സീറ്റുകൾ പരാജയപ്പെടുത്തണം. എണ്ണം ആയിക്കോട്ടെ, 29 സീറ്റുകൾ പരാജയപ്പെടുത്തണം. ഞാൻ പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. 14 ജില്ലയിൽ 2 സീറ്റ് വീതം കൂടിയാൽ തന്നെ മാറ്റം വന്നു. 14 ജില്ലയിൽ 2 സീറ്റ് ജില്ലയിൽ 2 സീറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള 40 നിലനിർത്തുകയും പ്ലസ് ഈ 2 കൂടുക. സീറ്റ് പോലും നഷ്ടപ്പെടില്ല. അതാണ് UDF-ന്. പിന്നെ ഞാൻ പറയാം, കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 15 മണ്ഡലങ്ങളിൽ 5000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് UDF-ന് പരാജയം സംഭവിച്ചിട്ടുള്ളത്. 15 മണ്ഡലങ്ങളിൽ. ആ 15 മണ്ഡലങ്ങളിലും വളരെ ശുഭപ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ പ്രതീക്ഷയാണ്. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ. എന്നാൽ ഞാൻ വേറൊരു കണക്ക് പറയാം. അതായത് ഈ ഡീലിമിറ്റേഷന് ശേഷം LDF-ന്റെ കയ്യിൽ എന്ത് വന്നാലും ഇരിക്കുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 50 ആണ്. 50 മണ്ഡലം. അപ്പുറത്തുള്ളത് ഏതാ? UDF-നുള്ളത് ഡീലിമിറ്റേഷൻ ശേഷം, അതായത് പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും ജയിക്കുമെന്ന് UDF കരുതുന്ന മണ്ഡലങ്ങൾ 30 ആണ്. 5 3 80. 80-ന് ശേഷം നമ്മൾ സംസാരിക്കുന്നത് ബാക്കിയുള്ള 40 മണ്ഡലങ്ങളാണ്. ഈ 40 മണ്ഡലങ്ങളിൽ 50-ന് മേലുള്ള കേവല ഭൂരിപക്ഷത്തിലേക്കുള്ള 40 മണ്ഡലമാണ്. അതിൽ നിന്ന് ഒരു എത്രയാ 21 സീറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തി ഇതാണ്. ട്രെൻഡ് വന്നാൽ ഇതൊന്നുമല്ല. ട്രെൻഡ് വന്നാൽ ചിലപ്പോൾ 100-ന് മേലെ പോകും. ട്രെൻഡ് വന്നില്ല. നമ്മൾ പക്ഷേ ട്രെൻഡ് നമ്മൾ വിസിബിളായിട്ട് 14 ജില്ലയിലും പോയി ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ ഇത് കണ്ട ആൾക്കാരാണ്. ഈ വാർത്തകൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമെന്നോ വ്യാപകമായി തൂത്തെറിയപ്പെടുന്ന ഒരു ട്രെൻഡ് വിസിബിളായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ വോട്ടിംഗ് ശതമാനം ഉയർന്നതിന് ഇൻവിസിബിളായി CPM വോട്ടുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത. ഞാൻ വേറെ CPM വോട്ടുകൾ, CPM അനുഭാവികളായിട്ടുള്ള വോട്ടുകൾ ഇൻവിസിബിൾ ട്രെൻഡ് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യട്ടെ. ചിലപ്പോൾ തെറ്റിപ്പോവാം, നാളെ തെറ്റിപ്പോവാം. ഇനി 100 സീറ്റിന് ചിലപ്പോൾ UDF ജയിക്കാം. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇൻവിസിബിൾ ട്രെൻഡ് ഇതാണ്. കേരളത്തിൽ രാഷ്ട്രീയ അതീതമായി സ്ത്രീകളുടെ വോട്ട് LDF-ന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ നാളെ ഒരു പക്ഷേ 70+1 ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ 76 77 എത്രയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ വന്നാൽ നാളെ ചിലപ്പോൾ ഇത് ട്രോൾ ചെയ്യപ്പെടാം. അങ്ങനെ വരികയാണെങ്കിൽ അത് സ്ത്രീകളുടെ വോട്ടിൻ്റെ അതിൻ്റെ സ്പ്ലിറ്റ് ഓഫ് പിന്നെ പരിശോധിക്കുമ്പോൾ അങ്ങനെ വരുന്നു. ഒരു ഘടകത്തിൽ സ്വാതി അവിടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ KK ശൈലജയെ ഒരു വനിതയെ മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെ. ഇനി ഏതെങ്കിലും കാരണവശാൽ LDF പിന്നോട്ട് പോയാൽ നേരെ തിരിച്ചു വരുമോ? സ്ത്രീകളുടെ വോട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ
സ്ത്രീകളെ തമ്മിൽ പറയും. ലിജോയ്ക്ക് തൃശ്ശൂരിനെ കുറിച്ച് അതെ, ഒരു ജില്ല കൂടി ഉണ്ട് കോഴിക്കോട്. അതിന്റെ കൂടെ പറഞ്ഞു വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവിടെ BJP-യുടെ MP ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള KK അനീഷ് കുമാർ, അദ്ദേഹം ഇപ്പോൾ നേരത്തെ ഈ തൃശ്ശൂരിൽ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ്, സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ആളാണ്. നാഗേഷ് മത്സരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് തിരുവനന്തപുരം കഴിഞ്ഞാൽ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പാലക്കാടും മഞ്ചേശ്വരം അല്ലാതെ അതിനല്ലാതെയുള്ള അവരുടെ സംസ്ഥാന നേതാക്കൾ പ്രധാനമായി ഗുരുവായൂർ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾ മത്സരിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അപ്പോഴും അവിടെ BJP-ക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത് തൃശ്ശൂരിൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കൊരു ഫോർവേഡ് കിട്ടിയതാണ്, ശരിയാണോന്ന് അറിയില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് വന്നതാ. ഗോപാലകൃഷ്ണന്റെ പ്രവചനത്തിൽ LDF-ന് മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം എവിടെയോ പറഞ്ഞു. രാകേഷിന് കുറച്ച് കാരണം രാജസ്ഥാൻ ജില്ലയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ തൃശ്ശൂർ ജയിപ്പിച്ചു വിട്ട MP പിന്നീട് അവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അത് അവർക്ക് ഇത്തവണ തിരിച്ചടിയാവാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, രാജൻ പല്ലന്റെ കാര്യത്തിൽ തൃശ്ശൂരിൽ രാജൻ പല്ലനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി നേരത്തെ ഒല്ലൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളിലുള്ള ഒരു കൺസോൾട്ടേഷൻ തൃശ്ശൂര്, ഒല്ലൂര് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ബെൽറ്റിൽ, ക്രിസ്ത്യൻ ബെൽറ്റിൽ സ്വാഭാവികമായി പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ കാണാതിരിക്കാൻ പറ്റും. കുറച്ചുകൂടി ഈ ഒരു സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാകും വോട്ടിനെ ബാധിക്കുക? അപ്പോൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷ എങ്ങനെയാണ്? ഒരു കാര്യമുണ്ട്, സുരേഷ് ഗോപി ഫാക്ടർ അത് ലോക്സഭയിൽ അവസാനിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി ഫാക്ടർ ലോക്സഭയിൽ അവസാനിച്ചോ ഇല്ലെന്ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കണം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ ഫാക്ടർ ഇല്ല. തൃശ്ശൂർ മണ്ഡലത്തിലെ കണക്ക് നോക്കുമ്പോൾ പോലും BJP 3-ാം സ്ഥാനത്താണ്. ഈ സാമുദായിക സമവാക്യം, ഈ പറഞ്ഞ പോലെ FCR അടക്കമുള്ള വിഷയങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. പൊതുവേ ഈ ഒല്ലൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒല്ലൂർ മണ്ഡലം ആര് പിടിക്കുന്നോ അവരാണ് കേരളം ഭരിക്കാറ്. കഴിഞ്ഞൊരു കുറേ പതിറ്റാണ്ടുകളായുള്ള ഒല്ലൂർ മണ്ഡലം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരാണ് കേരളം ഭരിക്കാറ്. അപ്പോൾ ഇത്തവണ അങ്ങനെയാണെങ്കിൽ K. രാജൻ ജയിക്കുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ K. രാജൻ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വലിയ ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് K. രാജൻ, കാരണം വയനാട് പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ജനകീയ പ്രതിച്ഛായ വന്നൊരു മന്ത്രി കൂടിയാണ്. തീർച്ചയായിട്ടും സാമുദായിക സമവാക്യങ്ങൾ ഒരു വശത്ത് FCR അടക്കമുള്ള വിഷയങ്ങൾ UDF-ന് അനുകൂലമാകുമെന്ന് പറയുമ്പോൾ പോലും തൃശ്ശൂർ ഒരു മർമറിംഗ് ക്യാമ്പയിൻ BJP നടത്തിയിട്ടുണ്ട്. കാരണം DCC പ്രസിഡന്റ് ക്രൈസ്തവ വിഭാഗത്തിനാണ്, മേയർ ക്രൈസ്തവ വിഭാഗത്തിനാണ്, ഒപ്പം തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ക്രൈസ്തവ വിഭാഗത്തിനാണ്. അപ്പോൾ അത്തരമൊരു നരേറ്റീവ് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ക്യാമ്പയിനുകളിൽ നടത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം അനുകൂലമാകുന്നത് നിർണായകമായ ഘടകമാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു പേരാണ് VS സുനിൽകുമാർ. VS സുനിൽകുമാറിന് നമ്മളിപ്പോൾ നേരത്തെ TM പ്രതാപൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാർ തോറ്റെങ്കിൽ പോലും അദ്ദേഹത്തെ ഇതേപോലെ ഒരു പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ ആദ്യം കയ്പമംഗലം പോലുള്ള സേഫ് സീറ്റിൽ നിന്നാണ് എടുത്തിട്ട് 2016 തൃശ്ശൂർ മണ്ഡലത്തിൽ വെക്കുന്നത്. അദ്ദേഹം അന്ന് 7000 വോട്ടിന് അവിടെ ജയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത്തവണ ഒരുപക്ഷെ, കാരണം തൃശ്ശൂർ പൂരം വിവാദം എത്രമാത്രം സർക്കാരിനെ വെട്ടിലാക്കിയെന്ന് നമുക്കറിയാം. അവിടെ UDF ആയിരുന്നു 3-ാം സ്ഥാനത്ത്. എങ്കിൽ പോലും അതിൻ്റെ പഴി മുഴുവൻ കേട്ടത് ഒരു ഡീൽ എന്ന വാക്ക് ഇപ്പോഴാണ് ഉപയോഗിച്ചെങ്കിൽ പോലും അന്ന് തന്നെ ഏതാണ്ട് ആ നെറേറ്റീവാണല്ലോ ഉണ്ടായത്. അതായത് ഒത്താശ ചെയ്തു എന്ന തരത്തിലാണല്ലോ സുരേഷ് ഗോപി വിജയിക്കാൻ കൂട്ടുവെന്ന തരത്തിലാണല്ലോ വ്യാഖ്യാനങ്ങൾ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മുന്നിൽ കണ്ടെങ്കിലും വേണമെങ്കിൽ VS സുനിൽകുമാറിനെ പരീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും CPIക്ക് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം കൂടിയായിരുന്നു തൃശ്ശൂർ മണ്ഡലം. ശരി, അപ്പോൾ അങ്ങനെയാണപ്പോൾ നമ്മൾ തൃശ്ശൂരിൻ്റെ ഏകദേശം ചിത്രം ഈ ഒരു സമയത്ത് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയെല്ലാം വോട്ട് പെട്ടിക്കകത്താണ്. നാളെ അത് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന രീതിയിലൊക്കെയാണോ അതോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ